വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ എൻ്റെ അമ്മയുടെ അടുത്താണ്. അപ്പോൾ നാളെ രാവിലെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം മാവരയ്ക്കാനായിട്ട് രാവിലെ ഒരു 11 മണിയായപ്പോൾ തന്നെ ഉഴുന്നും അരിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയുടെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഇത് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും ഫ്ലോപ്പ് ആവാതെ കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 ഗ്ലാസ് ഇഡ്ഡലി അരി, ഇതാ ഈ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ച് ഒരു 4-5 മണിക്കൂർ ഇരിക്കണം. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ഉഴുന്നും കൂടി 4 മണിക്കൂർ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം 3 ഗ്ലാസ് അരി എടുക്കുമ്പോൾ 1 ഗ്ലാസ് ഉഴുന്ന്, അതിൻ്റെ കൂടെ ഉഴുന്നിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉലുവ ചേർക്കുമ്പം ഇഡ്ഡലിക്ക് നല്ലൊരു ടേസ്റ്റുമാണ്, കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം അതെല്ലാം 4-5 മണിക്കൂർ കുതിർത്തെടുക്കണം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് അവലെടുത്തിട്ടുണ്ട്, അതൊരു 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വയ്ക്കുക, ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. വെള്ള അവൽ തന്നെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇഡ്ഡലിക്കും അതുപോലെ നല്ല വെള്ള കളർ ഉണ്ടാവും. പിന്നെ ഇതിന് പകരം ചോറ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ ഇഡ്ഡലി എപ്പോഴും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് അവൽ ചേർക്കുമ്പോഴാണ്. ഒരു 10 മിനിറ്റ് അത് വെച്ചതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഉഴുന്നും ഉലുവയും അവലും കൂടിയാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ മിക്സി ജാറിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ച് 1-2 പ്രാവശ്യമായിട്ട് ഇട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് അവലും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് അരയ്ക്കാനായിട്ട് നമ്മൾ ഈ ഉഴുന്ന് കുതിർത്ത വെള്ളം ഉണ്ടല്ലോ, അത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉഴുന്ന് നന്നായി കഴുകിയിട്ട് വേണം കുതിർത്ത് വെക്കാനായിട്ട്. ആ വെള്ളം ചേർത്ത് അരയ്ക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി കിട്ടും. അപ്പോൾ ഇത് നല്ല പേസ്റ്റായിട്ട് അരയ്ക്കുക. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, ഉഴുന്ന് എത്രത്തോളം നന്നായിട്ട് അരയ്ക്കുന്നോ ഇഡ്ഡലിയും അത്രയും നല്ലതായിട്ട് കിട്ടും. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസ് ആവണ്ട, ഇതുപോലെ നല്ലൊരു ക്രീമായിട്ടുള്ള രീതിയിൽ അരച്ചെടുക്കുക. ഇനി അതേ മിക്സി ജാറിൽ തന്നെ അരിയും കൂടി ഇട്ട് അരച്ചെടുക്കുക. അരി അരയ്ക്കുമ്പം ഉഴുന്ന് പോലെയല്ല, ഒരുപാട് സ്മൂത്ത് ആവരുത്. നമ്മളിങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് ചെറിയ ചെറിയ തരികൾ ഉണ്ടാവണം കേട്ടോ. ഒട്ടും അരയാതിരിക്കരുത് കേട്ടോ, ചെറിയ രീതിയിൽ മാത്രം തരികൾ ഉണ്ടാവണം. അപ്പോൾ മാവെല്ലാം റെഡിയായി. അപ്പം അരിയും ഉഴുന്നും അരച്ച് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൈ വെച്ച് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൈ നല്ലതായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വന്നിട്ട് വെറുതെ മിക്സ് ചെയ്താൽ പോരാ, ഒരു 2-3 മിനിറ്റ് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ നന്നായിട്ട് കൈവച്ചതിങ്ങനെ അടിച്ചെടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട്, മാവ് നല്ല പൊങ്ങി നല്ല അടിപൊളിയായിട്ട് വരും. ആ ഒരു വ്യത്യാസം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൈവച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇത് നമ്മൾ ആവശ്യത്തിന് മിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അടിച്ചു കഴിയുമ്പം ഇതിൻ്റെ മുകളിൽ കണ്ടോ നല്ലപോലെ ഇങ്ങനെ കുമളകൾ വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അതിനർത്ഥം നമ്മൾ പാകത്തിന് ഇത് മിക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഇത് പൊങ്ങാനായിട്ട് വെക്കാം. ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ വെക്കേണ്ടി വരും, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വെക്കുക. ഇഡ്ഡലി മാവും ദോശമാവും ഒന്നും ഒരിക്കലും എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ പൊങ്ങാനായിട്ട് വെക്കരുത്, ഒരു സ്മെല്ല് വരും. അപ്പോൾ അതാ നമ്മൾ ഇന്നലെ രാത്രി റെഡിയാക്കി വെച്ച മാവാണ്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും മാവ് അരച്ച് വെക്കുന്നത് ഒരു ദോശമാവിൻ്റെ പരുവത്തിലായിരിക്കണം. അപ്പോൾ രാവിലെ ഈ ഒരു രീതിയിൽ ഉണ്ടാവും. കുറച്ച് വെള്ളമൊക്കെ പിടിക്കും, അതായത് ഇരിക്കും തോറും മാവ് ഒരല്പം കട്ടിയാവും. അപ്പോൾ ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഈ ഒരു രീതിയിൽ മാവ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഇഡ്ഡലി മാവിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം കേട്ടോ. നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ റിബൺ പോലെ വീഴണം. ഇതിൽ ലൂസായി കഴിഞ്ഞാൽ ഇഡ്ഡലി പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് 2-3 പ്രാവശ്യം താഴേന്ന് അടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ എടുത്ത് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിനകത്ത് നിന്ന് ഇനി ആവശ്യത്തിന് മാവെടുത്ത് ഉപ്പിട്ട് നമുക്ക് ഇഡ്ഡലി റെഡിയാക്കാം. ഉപ്പിട്ടതിന് ശേഷം ഈ മാവ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കറി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതി. കാരണം ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തില്ലേ, കുറച്ച് സമയം ഒന്ന് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇഡ്ഡലി അടുപ്പത്ത് വയ്ക്കാം.
സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് കറിയായിട്ട് സാമ്പാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കും അല്ലേ. പക്ഷേ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളൊരു ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഡ്ഡലിയും ഉരുളക്കിഴങ്ങ് സ്റ്റൂവും കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ ആ ഒരു കോമ്പിനേഷൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണേ. അപ്പോൾ അതിനായിട്ട് ഇതേ ഒരു 3-4 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ 2 ചെറിയ സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞത്, 2-3 പച്ചമുളക്. എരിവിന് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടും, അതിൻ്റെ എരിവായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചും കൂടി വെക്കാം. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ വേണം. ഒന്നുകിൽ ഫ്രഷ് തേങ്ങാപ്പാൽ എടുക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിനകത്തേക്ക് 1 ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1-ാം പാൽ എടുത്ത് വയ്ക്കുക. വീണ്ടും അതേ തേങ്ങയിലോട്ട് തന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് അടിച്ച് 1 കപ്പ് 2-ാം പാൽ എടുത്ത് വയ്ക്കുക. ഈ 2-ാം പാലിൽ കൂടെ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ കറി റെഡിയാക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി 1 കപ്പ് തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഏലക്ക, 2-3 ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ച സവോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇഞ്ചി വെളുത്തുള്ളി ഏകദേശം ഒരു 1 ടീസ്പൂണോളം വരും കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള നല്ലപോലെ വാടിയാൽ മതി, നിറമൊന്നും മാറണ്ട. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ചേർക്കാവേ. നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് 2-ാം പാൽ, അതായത് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലും 1 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. അതായത് ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം പാലും വെള്ളവും. ഇനി കുറച്ച് ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് രണ്ടും ചേർക്കുന്നത് കൊണ്ട് സ്റ്റൂവിന് നല്ല വെള്ള കളറായിരിക്കത്തില്ല കേട്ടോ, കുറച്ചൊരു ചെറിയ ബ്രൗൺ കളറായിരിക്കും. 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി. നല്ലപോലെ മിക്സ് ചെയ്യുക. പാകത്തിനുള്ള ഉപ്പിടാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് കുക്കർ അടച്ച് ഒരു 3-4 വിസിൽ വേവിക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് ഇഡ്ഡലിക്കുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ കഴിയുമ്പം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. അതിൻ്റെ ആവി മാറിയിട്ട് തുറക്കാം. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ആവശ്യത്തിന് എണ്ണ തേച്ചു. വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തട്ട് വെച്ച് മാവ് ഒഴിക്കാവുള്ളേ. വെള്ളം ചൂടായി തുടങ്ങുമ്പോൾ തന്നെ, അതായത് ഒരുപാട് സമയം നമ്മൾ മാവ് ഒഴിച്ച് അതിനകത്ത് വെക്കരുത്. ഓക്കെ, നല്ല പോലെ വെട്ടി തിളച്ചതിന് ശേഷം മാത്രം മാവ് ഒഴിച്ച് വെക്കുക. ഇപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. തുറക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന പോലൊക്കെ തോന്നുന്നത് കേട്ടോ. അത് കേടായതൊന്നും അല്ല. ഓക്കെ, അത് 1-ാം പാലൊക്കെ ചേർക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ പീസുകളൊക്കെ ഇങ്ങനെ ഒന്ന് ഉടച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് തിളയ്ക്കൊന്നും ചെയ്യരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇത്രയും ലൂസായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അതായത് ഒരുപാട് കുറുകിയിട്ടല്ല. കാരണം ഈ സ്റ്റൂ നമ്മളിങ്ങനെ ഇഡ്ഡലിയിൽ ഒഴിച്ച് അത് നല്ലപോലെ ഇങ്ങനെ കുതിർന്ന് കിട്ടണം. അങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഗ്രേവി ഉണ്ടാവണം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഒരു തക്കാളി ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയൊന്നും ചേർക്കാത്തതാണ്. ഞാൻ മുന്നേ ഒരു ശരവണ ഭവൻ തക്കാളി ചട്നിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതേ ആ സെയിം ചമ്മന്തി തന്നെയാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഒന്നും കൂടി അത് പിന്നെയും വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. വേണമെന്നുള്ളവർക്ക് അത് നോക്കാം. ഇതിനകത്ത് കടുകൊന്നും താളിക്കുന്നില്ല, ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോഴേക്കും എന്താ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി ഇങ്ങനെ വെന്ത് പൊങ്ങി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ, അത് നന്നായിട്ടാണോ വന്നിട്ടുള്ളതെന്ന്. ഇതിപ്പം അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒന്ന് ചൂട് മാറിയതിന് ശേഷം എടുക്കണം എപ്പോഴും. ഇപ്പോൾ ചൂട് മാറിക്കഴിഞ്ഞാൽ ഇത് നമുക്കൊരു സ്പൂൺ പോലും വേണ്ട, കൈവച്ച് തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. എടുക്കുമ്പോൾ ശരിക്കും ഒട്ടും വെയിറ്റ് ഇല്ല, അങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുകയാണ്. അപ്പോൾ 2-3 കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഉഴുന്നരയ്ക്കുന്നത്, കൈവച്ച് നല്ല പോലെ മാവ് അടിച്ചെടുക്കുന്നത്, പിന്നെ ഉഴുന്നിൻ്റെയും അരിയുടെയൊക്കെ അളവ്, ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് മുറിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഇതാ കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ അത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്.
അപ്പോൾ നല്ല സാമ്പാറിൻ്റെയോ ചട്നിയുടെയോ അല്ലെങ്കിൽ ഇതേ നമ്മളിന്ന് ഉണ്ടാക്കിയ പോലെ സ്റ്റൂ ഒക്കെ ഒഴിച്ച് നല്ല കുതിർത്ത് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒരു തക്കാളി ചട്നി തന്നെ വേണം എന്നില്ല. ഇഡ്ഡലി ദോശ പൊടി ഉണ്ടല്ലോ അതായാലും മതി. കാരണം സ്റ്റൂവിന് അധികം എരിവില്ലാത്തതുകൊണ്ട് അങ്ങനെ കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു സൈഡ് ഡിഷും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ ഇഡ്ഡലി, പൊട്ടറ്റോ സ്റ്റൂ, തക്കാളി ചട്നി. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.